കെ എം ഷാജഹാൻ രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുകയാണ്. ശ്രീ ഷാജഹാൻ, കഴിഞ്ഞ കുറേ കാലങ്ങളായി മുൻ മന്ത്രി ജി സുധാകരൻ വലിയ അവഗണനയാണ് നേരിടുന്നത്. ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തിനടക്കം നിരന്തരം അവഗണന നേരിടുന്നു. പി കൃഷ്ണപിള്ള അനുസ്മരണ ചടങ്ങിലടക്കം അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരുന്നതൊക്കെയും നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. ഈ ഒരു അവഗണനയുടെ നീരസം ആ രീതിയിൽ തന്നെയാണ് ജി സുധാകരൻ ഇപ്പോൾ വിമർശന രൂപേണ ഉന്നയിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാനെതിരെയും AK ബാലനെതിരെയും അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? അല്ല, ഇതിനെ ഈ ജി സുധാകരന്റെ ഒരു അവഗണനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരുന്ന ഒരു പ്രതിഷേധമായിട്ട് ഇതിനെ കാണാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. അതങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജി സുധാകരൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായങ്ങളൊക്കെ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപജയങ്ങള്, ഈ പാർട്ടിയുടെ ജീർണത, ഈ പാർട്ടി സ്വാർത്ഥ നിശ്ചിത താല്പര്യങ്ങൾക്ക് വശംവദരാകുന്നത്, അതിലൊക്കെയുള്ള ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ള നിലയിൽ ജി സുധാകരനുള്ള അസ്വസ്ഥതകൾ ജി സുധാകരൻ പ്രകടിപ്പിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ ആലപ്പുഴ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ആലപ്പുഴ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയത്തെക്കുറിച്ച്, ജീർണതയെക്കുറിച്ച് ജി സുധാകരൻ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതായത് ആലപ്പുഴ പാർട്ടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും സുസജ്ജവും സുസംഘടിതവുമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. അതായത് വയലാർ പുന്നപ്ര സമരമൊക്കെ ഉൾപ്പെടെ ഐതിഹാസികമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ മണ്ണും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതിന്റെ ഈറ്റില്ലവുമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കാര്യം നമ്മൾ നോക്കൂ. VS അച്യുതാനന്ദൻ മുതൽ CPIയിലെ R സുഗതൻ മുതൽ TV തോമസ് മുതൽ എത്രയോ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ ജില്ലയാണ് ആലപ്പുഴ ജില്ല. അപ്പൊ ആ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ഇന്ന് ഈ ജി സുധാകരന്മാരിലും ഈ സലാമുമാരിലും ഒക്കെയായി അത് തരം താണിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിന്റെ തിരിച്ചറിവിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അപജയത്തിനെതിരായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഘട്ടമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ശ്രീ കെ എം ഷാജഹാൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലെ ജീർണതയ്ക്കെതിരെ തുറന്നടിക്കുകയാണ് ജി സുധാകരൻ ചെയ്തത്. പക്ഷേ നമുക്കറിയാം, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഐതിഹാസികമായ CPM സമ്മേളനങ്ങൾ പാർട്ടിയുടെ തുടക്കം മുതൽ പുന്നപ്ര വയലാർ സമരം അടക്കം നമുക്ക് മുന്നിലുണ്ട്. അവിടെ ആ പുന്നപ്ര വയലാർ സമരനായകൻ VSനെ ഒതുക്കിയ ഒരു ജില്ല കൂടിയാണ്. ഒരു വെട്ടിനിരത്തന്റെ പേര് കേട്ട CPMനുള്ളിൽ ഖ്യാതി കേട്ട ഒരു ജില്ല കൂടിയാണ്. VSനുള്ള അതേ ഗതി, അതേ അവസ്ഥ ജി സുധാകരനും ഉണ്ടാവോ? താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് VSനെ ഏറ്റവും കൂടുതൽ ഒതുക്കിയത് ആലപ്പുഴ ജില്ലയിലെ എന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയത്തിലുണ്ടായിട്ടുള്ള വിഭാഗീയത ഭാഗമായിട്ടാണ് VS ഒതുക്കപ്പെട്ടു പോയത്. ഇപ്പോൾ ജി സുധാകരനെതിരായ പടയൊരുക്കവും R നാസർ ആയി കഴിഞ്ഞാലും സജി ചെറിയാൻ ആയി കഴിഞ്ഞാലും CPM നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെയാണല്ലോ. അല്ല, അതാണെങ്കിൽ പോലും അതാണെന്നുള്ളത് 100%. സുധാകരനെ ഉൾപ്പെടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയതും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. സുധാകരനെതിരെ പാർട്ടി നടപടി ഉണ്ടായതെല്ലാം സംസ്ഥാന തലത്തിലാണ്. പക്ഷെ അടിസ്ഥാനപരമായി ആലപ്പുഴ പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ജീർണതയുണ്ട്. ഇപ്പൊ ആലപ്പുഴ പാർട്ടിയിൽ തന്നെ ഞാൻ പറഞ്ഞ നേതാക്കന്മാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഈ സുധാകരനെ പോലുള്ള നേതാക്കന്മാർ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട്. 10 വർഷം മന്ത്രിയായിട്ട് സുദീർഘമായിട്ടുള്ള ഭരണം നടത്തിയിട്ടുള്ള ആളാണ് ജി സുധാകരൻ. ആ ആലപ്പുഴ പാർട്ടിയിൽ ഇന്ന് ഈ സജി ചെറിയാനെ പോലത്തെ എടുക്കാച്ചരക്കുകൾ, മനസ്സിലായി, സജി ചെറിയാനെ പോലെ യാതൊരു നിലയും വിലയും പ്രതിശാസ്ത്ര ശുദ്ധിയും രാഷ്ട്രീയവും അറിയാൻ പാടില്ലാത്ത ആളുകളാണ് ഇന്ന് ആലപ്പുഴ പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സജി ചെറിയാന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. അയാള് മന്ത്രിയുമാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാണ്. അയാൾക്ക് അതിനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത്? അതിനേക്കാൾ യോഗ്യതയുള്ള എത്രയോ പേര് ഈ പാർട്ടിയിൽ ഇന്നുണ്ട്. എന്നാൽ പിണറായി വിജയന്റെ എടുത്തുവെപ്പുകാരനാണെന്നുള്ളത് കൊണ്ടും പിണറായി വിജയന്റെ കോടാലിക്കൈയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അയാള് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും മന്ത്രി സ്ഥാനത്തും. അയാള് പറഞ്ഞിട്ടുള്ള അബദ്ധ പഞ്ചാംഗങ്ങൾ സുധാകരൻ തന്നെ പറയുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസം ഏതൊരു പത്രത്തിൽ സജി ചെറിയാൻ പറഞ്ഞ 14 പൊട്ടത്തരങ്ങൾ കണ്ടത് ഞാൻ വായിച്ചിരുന്നു, മനസ്സിലായി. അപ്പം ഇന്നത്തെ ആലപ്പുഴ പാർട്ടിയിൽ ഇതുപോലുള്ള പൊളിറ്റിക്കൽ ഗാങ്സ്റ്ററിസം, ഇയാൾ പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ക്രിമിനലിസം, അതൊക്കെ പ്രതിഫലിപ്പിക്കുന്നവരുടെ
കയ്യിലാണ് ഇന്ന് ആലപ്പുഴ പാർട്ടി ഉള്ളത്. അപ്പൊ സ്വാഭാവികമായും പാർട്ടിയുടെ പൊതുജീർണതയും ആലപ്പുഴയിലെ CPM-ന്റെ ജീർണതയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായി ശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള നിലപാടുകളിലേക്ക് സുധാകരനെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നു എന്നതിന്റെ പ്രതിഫലനമായിട്ട് വേണം. പക്ഷേ ശ്രീ KM ഷാജഹാൻ, അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് സുധാകരനെ പോലുള്ള നേതാക്കൾ പോകുമ്പോൾ ഇത് പിണറായി വിജയനെ പോലുള്ള പാർട്ടിയിലെ മേധാവിത്വം ഉറപ്പിച്ച നേതൃത്വത്തെ എത്രത്തോളം അസ്വസ്ഥമാക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാനായാലും AK ബാലനായാലും സംരക്ഷണം, വീണ്ടും സുധാകരനെ പോലുള്ളവർക്ക് അവഗണന, ഒരു പരിരക്ഷയും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പല്ലേ? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ പരമ്പരാഗതമായിട്ടുള്ള ചർവിത ചർവണങ്ങൾക്കൊന്നും പഴയ പോലെ ഇപ്പൊ വലിയ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് അതിശക്തമായിട്ടുള്ള പാർട്ടി നേതൃത്വം, അവരുടെ അടിച്ചമർത്തൽ നീക്കങ്ങൾ, അവരെല്ലാവരെയും ഇല്ല, അതൊന്നുമല്ല ഇപ്പൊ പഴയ പോലത്തെ പാർട്ടിയൊന്നുമല്ല. ഇത് ഒരു ചീട്ടുകൊട്ടാരമാണ്, ഇത് വെറും കൊള്ളയാണ് എന്നതൊക്കെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പഴയ കാലത്തെ പോലെയല്ല, സുധാകരനെ പോലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾക്കൊക്കെ പാർട്ടി അണികളിൽ നിന്ന് പഴയതിൽ നിന്നും വ്യത്യസ്തമായി വലിയ തോതിലുള്ള ആനുകൂല്യം, വലിയ തോതിലുള്ള ബഹുമാനം കിട്ടും എന്ന് നമ്മൾ കാണണം. നമ്മളിപ്പോൾ സുധാകരനെ കുറിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വിമർശനങ്ങളൊക്കെ പലതും ഉന്നയിക്കാമെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള CPM-ന്റെ നേതൃത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും 100 ഭേദമാണ് സുധാകരനെ പോലുള്ളവര്. ഇപ്പൊ സുധാകരൻ പാർട്ടിയോട് ചേർന്ന് പോകണം എന്ന് പറയുമ്പോൾ സുധാകരൻ അതിനെ വിമർശിക്കുന്നത് ഞാൻ പാർട്ടിയോട് ചേർന്ന് ഞാൻ പാർട്ടിയായിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായത്? പിന്നെ സുധാകരൻ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടും സുധാകരൻ ഇപ്പോൾ ഈ പറയുന്ന 2-3 മാസമായിട്ട് സുധാകരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുധാകരനെതിരായിട്ടൊരു നടപടി എടുക്കാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. അപ്പൊ പഴയ പാർട്ടി അല്ല ഈ പാർട്ടി എന്നുള്ളത് നമ്മൾ കാണണം. പഴയ പാർട്ടി ആയിരുന്നെങ്കിൽ സുധാകരനൊക്കെ എന്നേ വലിച്ചെറിഞ്ഞ് പോയേനെ. പക്ഷെ ഇന്ന് സുധാകരനെ പോലൊരു കമ്മ്യൂണിസ്റ്റുകാരനെതിരെ നടപടിയെടുക്കാനുള്ള ശക്തി ഈ പാർട്ടിക്കില്ല. ഈ പാർട്ടി പരമ ദുർബലമാണ് എന്നത് ഇതിന്റെ കൂടി പ്രതിഫലനമായിട്ട് വേണം നമ്മൾ സുധാകരന്റെ ഇതുപോലുള്ള ശക്തമായിട്ടുള്ള കടന്നാക്രമണങ്ങളെ വിലയിരുത്താൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം നന്ദി ശ്രീ KM ഷാജഹാൻ.